കഴിച്ചുകൊണ്ടിരിക്കുന്ന അന്നത്തിന്റെ മുന്നിലിട്ട് ആദ്യാക്ഷരം പറഞ്ഞു തന്ന ഉസ്താദുമാരെ മർദ്ദിക്കുന്ന ഒരു ജനതയോടാണ്, അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനാടാ നീ ഉസ്താദിനെ തല്ലിയത്? എന്തിനായിരുന്നടാ നീ ഉസ്താദുമാരെ തല്ലിയത്? നിന്റെ മക്കള് നന്നാകണം എന്ന ചിന്തയോടെ നടത്തിയ ശിക്ഷണത്തിന്റെ പേരിലാണ് നീ ഇറങ്ങി പുറപ്പെട്ടതെങ്കിലോ അവരാ നടത്തിയ ശിക്ഷണത്തില് ഒരു വാത്സല്യമുണ്ടായിരുന്നു. ഇവൻ നന്നാകണം എന്ന ഏറ്റവും നല്ല റഹ്മത്തിന്റെ ചിന്തയുണ്ടായിരുന്നു. ആ ശിക്ഷണത്തിൽ ഒരു ലാളനയുണ്ടായിരുന്നു, ആ ശിക്ഷണത്തിൽ ഒരു വാത്സല്യമുണ്ടായിരുന്നു, ഒരു പിതാവിന്റെ കരുതലുണ്ടായിരുന്നു. ഇവിടെയാണ് ക്രൂരമർദ്ദനത്തിന് നീ ഉസ്താദുമാരെ വിധേയമാക്കിയതെങ്കിലോ നീ ചിന്തിക്കുമോനെ, നിന്റെ മക്കള് ഭാവിയിൽ വഴിതെറ്റിപ്പോയ സമൂഹത്തിന് ഗുണമില്ലാത്തവനായി നാട്ടുകാര് കൈവെക്കേണ്ട ഒരവസ്ഥയിൽ അവന്റെ ജീവിതമെങ്ങാനും മാറി മറിഞ്ഞാൽ അന്ന് നാട്ടുകാര് കൈവെക്കുമ്പോ ആ അടിയിലൊരു സ്നേഹമുണ്ടാകില്ല, ആ അടിയിൽ ഒരു ലാളനയും ഉണ്ടാകില്ല, ആ അടിയിലൊരു റഹ്മത്തിന്റെ ചിന്തയുണ്ടാകില്ല. അതിൽ വേദന മാത്രമല്ലാതെ, അതിൽ വേദനയല്ലാതെ മറ്റൊന്നും നിനക്ക് കണ്ടെടുക്കാൻ കഴിയില്ലെങ്കിലോ നീ സ്വന്തമായിട്ടൊന്ന് ഹൃദയത്തിൽ കൈവച്ചിട്ട് വിലയിരുത്തൂ. എവിടെയാണ് നീ ഇറങ്ങി കളിക്കുന്നത്? അള്ളാന്റെ ദീൻ പഠിപ്പിക്കുന്ന മതസ്ഥാപനങ്ങളിലോ അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന മദ്രസകളിലോ? ഇത് കുട്ടിക്കളിയല്ല, നിന്റെ കുലം നശിക്കാൻ ഇത് ധാരാളമല്ലേ. ഇത്തരം ആളുകൾക്ക് ദുർമരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പണ്ഡിതന്മാര് വിലയിരുത്തുമ്പോ എന്തുകൊണ്ട് കളിച്ചത് ഇൽമിനോടാണ്. ഇൽമിന്റെ മേഖലയിൽ അദബുമായി ബന്ധപ്പെട്ട് നടത്തുന്ന തർബീയത്തിനെതിരെയാണ് ഈ പടപ്പുറപ്പാട് നടത്തുന്നതെങ്കിലോ അത് ദുർമരണത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കാമെന്ന വിലയിരുത്തലുകളോ ഒരു നിമിഷമൊന്ന് ചിന്തിക്കാൻ എന്റെ മുഅ്മിനീങ്ങൾക്ക് സാധ്യമാകട്ടെ.